തുടർഭരണ ലക്ഷ്യവുമായി ജനവിധി തേടുന്ന LDFന്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ 60 പരിപാടികളും 950 നിർദ്ദേശങ്ങളുമായാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ക്ഷേമ പ്രവർത്തനങ്ങളിലും പശ്ചാത്തല വികസനത്തിലും വലിയ കുതിച്ചുചാട്ടമാണ് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ, സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനം, ക്യാമ്പസ് പ്ലേസ്മെന്റ് തുടങ്ങി 60 പരിപാടികൾ ഉൾപ്പെടുത്തിയുള്ള പ്രകടന പത്രികയാണ് LDF പുറത്തിറക്കിയത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. കേരളത്തിൽ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി ലഭ്യമാക്കും. ഈ അധ്യയന വർഷം 60,000 കുട്ടികൾക്ക് ജോലി ഉറപ്പാക്കും. സ്ത്രീകളിൽ 50% പേർക്കും ജോലി. അഭ്യസ്ത വിദ്യരുടെ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ തുടങ്ങിയവയും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. അതിവേഗ തെക്ക് വടക്ക് റെയിൽപാതയ്ക്ക് വേണ്ടിയുള്ള ശ്രമം തുടരുമെന്നും പത്രികയിൽ പറയുന്നു. പ്രാദേശിക ചാനലുകളുടെ കൂട്ടായ്മ രൂപീകരിക്കും. മാധ്യമപ്രവർത്തക ക്ഷേമനിധി, പത്രപ്രവർത്തക പെൻഷൻ എന്നിവ കൂടുതൽ വിപുലവും ഫലപ്രദവുമാക്കും. ശബരിമല മാസ്റ്റർ പ്ലാൻ 5 വർഷത്തിനകം പൂർത്തിയാക്കും. 2031 ആകുമ്പോൾ വിഷബാധ മരണങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കും. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്നും LDFന്റെ പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. വികസനത്തിന്റെ പുതിയ പാത തുറന്ന കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലമെന്നും ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പത്രിക പ്രകാശനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ അനുഭവമെടുത്താൽ കേരള ചരിത്രത്തിലുണ്ടായത് ഒരു സാധാരണ ഭരണകാലമല്ല. ഒരു സമൂഹത്തിൻ്റെ ആത്മവിശ്വാസം പുനർനിർമ്മിക്കുന്ന കാലമായിരുന്നു. വികസനത്തിൻ്റെ പുതിയ പാത തുറന്ന കാലഘട്ടമാണ്. 2016 LDF അധികാരത്തിൽ വരുമ്പോൾ കേരളം നേരിട്ടത് ഒരു ഭാഗത്ത് കടുത്ത സാമ്പത്തിക പരിമിതികൾ, അതോടൊപ്പം വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, സാമൂഹ്യ സുരക്ഷാ മേഖലയിലെ ഒട്ടേറെ വെല്ലുവിളികൾ, ഇതെല്ലാം നിലനിന്ന ഘട്ടമായിരുന്നു അത്. ഈ ഘട്ടത്തിൽ LDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇവയ്ക്ക് പരിഹാരം കാണാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. നല്ല രീതിയിൽ ഓരോ മേഖലയിലും പരിഹാര നടപടികളുണ്ടായി. ഇത് കൃത്യമായ ദിശാബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിച്ചത്. LDFന് ഉള്ള രാഷ്ട്രീയ ദർശനം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലുള്ള വ്യക്തമായ ദിശാബോധം, അതാണ് നമ്മുടെ സംസ്ഥാനത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ, K പ്രകാശ് ബാബു, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, എളമരം കരീം തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.